ഹരിയാനയിലെ സോനിപത്തിൽ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും തട്ടിക്കൊണ്ടുപോകാൻ കേസിലെ പ്രതികളും തമ്മിൽ ഏറ്റുമുട്ടൽ. ബഹാദുർഗ് പ്രദേശത്തുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പ്രതികൾക്ക് കാലിൽ വെടിയേറ്റിട്ടുണ്ട്. 5 അംഗ സംഘത്തെ പോലീസ് പിടികൂടുകയും ചെയ്തു. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അർജുൻ, പറയൂ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, പ്രവിത, 20 ദിവസത്തെ ഗൂഢാലോചനയ്ക്ക് ശേഷം ഈ സോനിപത്തിലെ ബഹദൂർഗഡ് എന്ന പ്രദേശത്തെ ഒരു സ്വകാര്യ കോളേജ് ഉടമയുടെ മകനെ ഈ 5 അംഗ സംഘം കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയിരുന്നു. ഏകദേശം 5 കോടി രൂപയാണ് ഇവർ മോചനദ്രവ്യമായി വീട്ടുകാരോട് ആവശ്യപ്പെട്ടത്. അന്ന് തന്നെ വീട്ടുകാർ പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും കുട്ടിയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് ഈ പണം നൽകാൻ വേണ്ടിയിട്ടാണ് പോലീസും പറഞ്ഞത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു ഈ പറയുന്ന മോചനദ്രവ്യം കൈമാറ്റവും എല്ലാം തന്നെ നടന്നത്. അതും ഈ ബഹദൂർഗഡ് പ്രദേശത്തായിരുന്നു. കുട്ടിയുടെ മോചനം അതുപോലെ തന്നെ കൈമാറ്റമെല്ലാം സുരക്ഷിതമാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി, പണം നൽകിയ ശേഷം ഉറപ്പുവരുത്തി ഈ പറയുന്ന 5 അംഗ സംഘത്തെ പോലീസ്, പ്രത്യേകിച്ചും ഹരിയാന പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കുറ്റവാളികൾ സഞ്ചരിച്ച ബൊലേറോയെ പിന്തുടരുകയായിരുന്നു. പിന്തുടർന്ന ശേഷമാണ് ഒരു സിനിമാ സ്റ്റൈൽ ചേസിങ്ങിനൊക്കെ ഒടുവിലാണ് വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നത്. ഏറ്റുമുട്ടലിനിടെ 2 പ്രതികൾക്ക്, ചരഞ്ജീത് അതുപോലെ തന്നെ മാഞ്ചി എന്ന് പറയുന്ന 2 പ്രതികൾക്ക് കാലിൽ വെടിയേറ്റിട്ടുണ്ട്. ഒപ്പം മറ്റു 3 പേരെയും ഈ ഏറ്റുമുട്ടലിനിടെ പിടികൂടാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് ഹരിയാന പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ നില കൂടി ഭദ്രമായി കഴിഞ്ഞാൽ ഇവരെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ഈ 5 അംഗ സംഘത്തിൽ നിന്നും നിരവധി തോക്കുകളും മറ്റ് വെടിയുണ്ടകളും ഒപ്പം തന്നെ മോചനദ്രവ്യമായി നൽകിയിട്ടുള്ള 5 കോടി രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറയുന്ന കുട്ടിയും സുരക്ഷിതമാണെന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 5 അംഗ സംഘത്തിന് മറ്റ് ബന്ധങ്ങൾ എന്തൊക്കെയാണ്, വേറെ ഏതൊക്കെ സംഘങ്ങളുമായി ബന്ധമുണ്ട്, പ്രത്യേകിച്ച് മയക്കുമരുന്ന് സംഘങ്ങൾ, ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വലിയ റാക്കറ്റുമായിട്ട് അടക്കം ഈ പറയുന്ന 5 പേർക്ക് ബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സോനിപത്ത് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വളരെ വലിയൊരു അന്വേഷണമാണ്. ആ അന്വേഷണം ഈ 5 പേരെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹരിയാന പോലീസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ സാധിക്കുക. ശരി, ഹരിയാനയിൽ പോലീസും പ്രതികളും തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. വിവരങ്ങളുമായി ചേർന്നത് അർജുൻ പീതാംബരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.